സുരേന്ദ്രനാണ്. പിന്നെ വീട് വന്നിട്ട് പിന്നെ കൂടാളിയിൽ കാവുന്തള എന്ന പ്രദേശത്ത്. പിന്നെ ഞാൻ ഇതുവരെ കണ്ണൂർ ആകാശവാണിയിൽ, അതായത് ആകാശവാണിയിൽ ദൂരദർശനായിട്ട് ഒരു 37 വർഷം സർവീസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മെയ്യിൽ, അതായത് 25 മെയ്യിൽ പിന്നെ റിട്ടയർമെൻറ്റ് ചെയ്തതിന് ശേഷം ആ ദിവസം ബാക്കിയുള്ള സമയം എങ്ങനെ ചിലവഴിക്കണം എന്നുള്ള ഒരു ഇതിൽ എനിക്ക് പണ്ടേ കൃഷിയോട് താല്പര്യമുള്ളതുകൊണ്ട് ഞാനൊരു 100 പിന്നെ കാല് ഈ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വിയറ്റ്നാം മോഡൽ കൃഷിയിലേക്ക്. വിയറ്റ്നാം മോഡൽ ചെയ്യാനുള്ള പ്രധാന കാരണം വെച്ചാൽ എൻ്റെ ഈ സ്ഥലത്തിൻ്റെ മുകൾ വശത്തെ കൂടി പിന്നെ KSEBയുടെ KV ലൈന് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു നിശ്ചിത പരിധി ഹൈറ്റിനപ്പുറമുള്ള മരങ്ങളൊന്നും അതിൻ്റെ ചുവട്ടിൽ പിന്നെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊരു 4.5 മീറ്റർ നിലനിർത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയായിട്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് വിയറ്റ്നാം മോഡലിലേക്ക് വരാൻ കാരണം. അപ്പോൾ ഞാനിപ്പം 100 കാലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പം ഈ കുരുമുളക് ഇനം വന്നിട്ട് കുമ്പക്കൽ പേപ്പറാണ്. ഇപ്പം അഡീഷണലായിട്ട് ഓരോ പന്നിയൂർ 10ൻ്റെ തൈയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊക്കെ ബാക്കി എനിക്ക് വളം ചെയ്യുന്നത് ഞാനിത് ജൈവിക രീതിയിൽ ചെയ്യണം എന്നുള്ള ഇതിൽ ആണ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ടിങ് മുതലേ ഇതിൻ്റെ വളമൊക്കെ അത്തരം രീതിയിലുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അതായത് പിന്നെ അടിവളമായിട്ട് വേപ്പ് മണ്ണാക്ക്, എല്ലുപൊടി, പിന്നെ കുമ്മായം, പിന്നെ എല്ലാ മണ്ണിനും ചേർക്കുന്നതാണ്. കുമ്മായം അത് പച്ചക്കക്കയുടെ കുമ്മായമാണ് ചേർത്തിട്ടുള്ളത്. അതിനുശേഷം ചെടി നട്ടതിന് ശേഷം നടുന്ന സമയത്ത് ഈ അതായത് നമ്മുടെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് പരിചയപ്പെടാനിടയായി. അപ്പോൾ കുറച്ച് അവരെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ച് നല്ല പ്രോഡക്റ്റ്സാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാനിപ്പം അതിൻ്റെ പ്രോഡക്റ്റ്സാണ് ഉപയോഗിക്കുന്നത്. അതിൽ മെയിനായിട്ട് ഞാൻ നടുന്ന സമയത്ത് തന്നെ കുറച്ച് ഭൂമി പവറും പ്രീമിയവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്തിരുന്നത്. അതിനുശേഷം ഇത് ചെടി വളരുന്നതിനനുസരിച്ച് ഗ്രോയും അവരൊരു നിട്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ഉണ്ട്, അതും ഇങ്ങനെ തളിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ചെടിയുടെ വളർച്ചയിലാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ ഗ്രോയാണ് കൂടുതൽ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ അടിച്ചു കൊടുക്കുക. പിന്നെ മഴക്കാലത്ത് ഒന്നും കൂടെ ചിലപ്പോൾ ഒരു മാസം കൂടുമ്പോഴൊക്കെ 1 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഈ വള്ളി വന്നിട്ട് ഏകദേശം 10 മാസം വളർച്ചയെത്തിയ ഒരു വള്ളിയാണ്. ഇതിലിപ്പോൾ തന്നെ കായ വരുന്നുണ്ട്, പക്ഷേ ഞാൻ കായനെ നിലനിർത്തുന്നില്ല. കായ നിലനിർത്തി കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയുടെ ബാധിക്കും എന്നുള്ള ഒരു അനുമാനത്തിൽ കായൊക്കെ പറിച്ച് കളയുന്ന തിരി വരുന്നതിനനുസരിച്ചിട്ട് നല്ല രീതിയിൽ വരുന്ന കാണലുണ്ട്. പക്ഷേ ഞാനൊന്നും നിലനിർത്താറില്ല, എല്ലാം അപ്പോൾ തന്നെ നുള്ളിക്കളയുന്നു. അതാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിന് ഇടവേളയായിട്ട്, അതായത് ഇപ്പം ഇത് ഓപ്പൺ പ്ലേസും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഈ ചെടിക്ക് ഒരു തണൽ കിട്ടുകയെന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്കൊരു 1-2 വർഷം ഇതിനൊക്കെ അമിതമായ സൂര്യപ്രകാശം ഏറ്റു കഴിഞ്ഞാൽ ക്ഷീണം പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വേനൽക്കാലത്ത് ഞാൻ ഇതിൻ്റെ ഗ്രീൻ പ്ലാനറ്റിൻ്റെ തന്നെ സ്ട്രെസ്സോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റുണ്ട്, അതും അടിച്ചു കൊടുക്കാറുണ്ട്. എന്നാലും കുറച്ചൊരു തണൽ കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ഓരോ നന്ത്രവാഴയുടെ കന്നും വെച്ചിട്ടുണ്ട്. അതും ഈ പ്രോഡക്റ്റ്സ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഓരോന്ന് കൊത്താറായിട്ടുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ ഉദ്ദേശം ഇതിൻ്റെ അകത്ത് കൊല കൊത്തുക എന്നുള്ളതിൻ്റെ കൂടെ ഈ കുരുമുളക് വള്ളിക്ക് കുറച്ചുകൂടെ തണൽ കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയാണ്. ഈ വർഷം മാത്രമേ ഞാനത് എൻ്റെ ആ കൃഷി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. ബാക്കി അപ്പോഴൊക്കെ ചെടി ഏകദേശം 2 മീറ്ററിലധികം വളർന്നു കഴിഞ്ഞു. ഈ കൊല കൊത്താറാമത്തിൽ അതൊരു 3 മീറ്ററെങ്കിലും പോയി കഴിയും. അപ്പോൾ ഈ വെയിലിനെ താങ്ങാനുള്ള ശക്തി ആ ചെടികൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ വാഴേനെ വെച്ചിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇതിൻ്റെ വളർച്ച തന്നെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഓരോ കവുങ്ങിൻ തൈയും കൂടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പം ഞാൻ ഈ കൃഷിസ്ഥലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത്രയാളും ഇവിടെ ഈ ലൈന് പോകുന്നതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച ഒരു സ്ഥലമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഒരു വിയറ്റ്നാം മോഡലിൻ്റെ ഇതൊക്കെ വന്നപ്പോൾ ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്നുള്ള രീതിയിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നനക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്പ്രിംഗ്ലറൊക്കെ വെച്ചിട്ടുണ്ട്. വേനൽക്കാലത്ത്
ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളമടിച്ച് കൊടുക്കാറുണ്ട്. ഇങ്ങനെയാണ് അതുള്ളത്. കൃഷി എന്ന് പറയുന്നതും കൂടി ഉണ്ട്. വയലിൽ പിന്നെ കുറച്ച് പിന്നെ വയലും അതിൻ്റെ കൂടെ കുറച്ച് ചെറിയൊക്കെ ഉണ്ട്. ചെറിയിലൊക്കെ ഒരു 10-30 തെങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഇപ്രാവശ്യം മുതൽ നമ്മുടെ കുടുംബത്തിന് അവരുടെ കയ്യിൽ കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ അതിൽ നെൽകൃഷിയും കൂടെ ചെയ്യണം. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് വെച്ചാൽ ഇതുവരെയുള്ള എൻ്റെ 37 വർഷത്തെ ആ സേവനത്തിനിടയിൽ എനിക്ക് നാട്ടിൽ തന്നെ ആണെങ്കിലും ഷിഫ്റ്റ് ഡ്യൂട്ടിയും കാര്യമൊക്കെ ആയതുകൊണ്ട് കൃഷിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഈ വർഷം കുറച്ച് നെൽകൃഷിയും കൂടെ ചെയ്യണമെന്നുണ്ട്. അത് അതിനുള്ള നിലമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തെങ്ങിനും ഞാൻ ഇതിന് മുന്നൊക്കെ ജൈവവളം ഇടുന്നതിൻ്റെ കൂടെ കുറച്ച് രാസവളം, അതായത് വളരെ കുറച്ച് മാത്രം. എനിക്ക് കൃഷി സ്ഥലത്ത് രാസവളം പിന്നെ ഇടുന്നത് തീരെ താല്പര്യമില്ലാത്ത വിഷയമാണ്. പക്ഷേങ്കിൽ ഇന്നത്തെ നമ്മുടെ മണ്ണിൻ്റെ ആ ഘടനയൊക്കെ മാറിപ്പോയത് കാരണം കുറച്ച് അതിന് പിന്നെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നേരെ പോലും ഒരു തെങ്ങിന് ഒരു കിലോ എന്നുള്ള രീതിയിൽ ഒരു ജൈവവളം തയ്ക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇപ്രാവശ്യം അപ്പോൾ എന്നിട്ടും അത് 1-2 തെങ്ങിന് അതിൻ്റെ തലയൊക്കെ നോക്കിയപ്പം നിറവ്യത്യാസമൊക്കെ കണ്ടിരുന്നു. അത് ഞാൻ ഇപ്പം രാസവളം ഒഴിവാക്കിയിട്ട് ഇപ്പം ഈ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പിന്നെ ഈ പറഞ്ഞ ഭൂമി പവറും മറ്റേ പ്രീമിയമൊക്കെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വ്യത്യാസം കാണാറുണ്ട് അതിൻ്റെ പ്രോഡക്ട്സിൽ ഒക്കെയാണ്. പിന്നെ കവുങ്ങുണ്ട്. ഏതായാലും കവുങ്ങ് അത് അതിൻ്റെ ഗുണനിലവാരം ഇല്ലാത്തതുകൊണ്ട് കവുങ്ങ് പിന്നെ ഒക്കെ വെട്ടിമാറ്റിയിട്ട് ഇനി അവിടെ പന്നിശല്യം കൂടി ഉണ്ട്. അതിൻ്റെ പിന്നെ സംരക്ഷണം കൂടി നോക്കിയിട്ട് പന്നിയുടെ വരാതിരിക്കാനുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിട്ട് പിന്നെ കുറച്ച് പുതിയ കവുങ്ങ് തൈ കൂടെ അവിടെയൊക്കെ നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ ഒരു 10-20 സെൻറ്റ് സ്ഥലമുണ്ട്. പക്ഷേ എങ്കിൽ ഈ പറഞ്ഞ പോലെ വന്യമൃഗ ശല്യം കുറച്ച് രൂക്ഷമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. അപ്പം അതിനും കൂടെ പ്രതിരോധിച്ചിട്ടുള്ള ഒരു കൃഷി ഇപ്പം തുടങ്ങിയിട്ടുണ്ട്.